പ്രാർത്ഥിച്ച ശേഷം കൈപ്പത്തികൾ കൂട്ടി ഉരശി മുഖത്തും കൺപോളകളും തടവി പതുക്കെ കണ്ണുകൾ തുറക്കുക. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. നമ്മള് 2025 നിന്ന് 2026 പ്രവേശിക്കുകയാണ്. 2026 നമ്മുടെ ഒരു മിഷൻ ആയിരിക്കണം എന്നുള്ളതാണ് ശരിക്കും. കാരണം നമുക്ക് ഒരുപാട് മാറ്റങ്ങള് ജീവിതത്തിൽ വരുത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചിന്താതലത്തില് ഒരു പരിവർത്തനം ഉണ്ടാക്കണമെന്നാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു വ്യക്തി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തയാണ്, അല്ലെ? നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ്. ബുദ്ധൻ വരെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് തിങ്ക് ദാറ്റ് ഈസ് യു. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങൾ എന്നാണ്. അതുകൊണ്ട് നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാല് 2026 നമ്മളൊരു ഭാഗ്യവർഷമായിട്ട് മാറ്റണം. ഭാഗ്യവർഷമായിട്ട് മാറ്റണം. ഒരുപാട് നേട്ടങ്ങള് നമുക്ക് ഉണ്ടാവണം. ഒരുപാട് ഗുണങ്ങള് നമുക്ക് ഉണ്ടാവണം. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ വർഷത്തെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് ശരിക്കും. കാരണം ഒരുപാട് പുതിയ പുതിയ വർഷങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിലൊന്നും ഒരു പുതുമ ഉണ്ടായതായിട്ട് കാണുന്നില്ല, അല്ലെ? അതല്ലേ റിയാലിറ്റി. പുതുമ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മറിച്ച് ഓരോ വർഷം ഇങ്ങനെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്ന് നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ 2025 അവിടെ ആരെ വന്നിട്ടേ കൊണ്ടുവരാൻ പറയും. എൻ്റെ 2025 2024 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 2024 അതേപോലെ തന്നെ 2023 2022 ഈ വർഷങ്ങൾ തമ്മിലുള്ള എനിക്കുള്ള മാറ്റങ്ങൾ എന്താണ്, വ്യത്യാസങ്ങൾ എന്താണ്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മളെ ചിന്ത അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ തകരാറ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഒരു ഭാഗ്യവർഷമായിട്ട് 2026 മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം മാറേണ്ടത് നമ്മളാണ്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ചില ആൾക്കാര് ഒരു ജോലി ചെയ്യും, അത് അങ്ങനെ പരാജയപ്പെട്ട് അടുത്ത ജോലിയിലേക്ക് പോകും, അത് പരാജയപ്പെട്ട് അടുത്ത ജോലിയിലേക്ക് പോകും. അങ്ങനെ മാറി മാറി പല ജോലികളും ചെയ്യും. ജീവിതത്തിൽ അങ്ങനെ വിജയിക്കാൻ പറ്റാതെ പല ജോലികളും മാറി മാറി ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ ചില ഒരു ബിസിനസ് തുടങ്ങും, അത് കുറച്ച് കാലം നടത്തി അത് അടച്ച് വേറൊരു ബിസിനസ് തുടങ്ങും. പിന്നെ അത് ശരിയാവില്ല എന്ന് തോന്നിയിട്ട് മറ്റൊരു ബിസിനസ് തുടങ്ങും. പക്ഷെ ഇതൊന്നും ശരിയാവാതെ അയാൾ ബിസിനസ് മാറി മാറി ചെയ്തിട്ട് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക, ഇവിടെ മാറ്റേണ്ടത് ബിസിനസ് അല്ല, ജോലിയല്ല, മറിച്ച് ആളുടെ മൈൻഡ് സെറ്റ് ആണ് മാറ്റേണ്ടത്. അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മാനസിക നിലവാരം, ചിന്താതലത്തിലാണ് മാറ്റം വരേണ്ടത്. ചിന്താതലത്തിൽ മാറ്റം വരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജോലി മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് മതിയായിരുന്നു. അതിനെ തന്നെ അദ്ദേഹത്തിന് എന്ത് കണ്ടെത്താൻ പറ്റും? വിജയം കണ്ടെത്താൻ പറ്റും. അപ്പൊ നമ്മള് ആദ്യം വേണ്ടത് ഒരു സെൽഫ് അനലൈസേഷൻ ആണ്. സെൽഫ് അനലൈസേഷൻ എന്ന് പറയുമ്പോൾ, ഞാൻ എന്തായിരുന്നു കഴിഞ്ഞ 2025 എന്ന് ചിന്തിച്ചാലേ ഉള്ളൂ 2026 മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ 2025 നമുക്ക് ഉണ്ടായിരുന്ന നെഗറ്റീവ്സുകളെ മാറ്റണമെങ്കിൽ ആദ്യം നമ്മൾ വേണ്ടത്, നമ്മൾക്ക് 2025 നമുക്കുണ്ടായ തെറ്റുകളൊക്കെ നിങ്ങൾ ചിന്തിച്ചൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം അത് വളരെ അത്യാവശ്യമാണ്. വളരെ അത്യാവശ്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് മിസ്റ്റേക്സുകൾ നമ്മൾ 2025 ചെയ്തിട്ടുണ്ടാവാം. ചിന്താതലത്തെ ചെയ്തിട്ടുണ്ടാവാം, ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അതിൽ പ്രത്യേകിച്ച് ആവർത്തിച്ച് വന്ന തെറ്റുകളും ഉണ്ടാവാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അത് 2026 ആവർത്തിക്കാതിരിക്കാൻ ശരിക്കും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് സാമ്പത്തിക പ്രശ്നങ്ങളായാലും ശരി, ആരോഗ്യ പ്രശ്നങ്ങളായാലും ശരി, മാനസിക പ്രശ്നങ്ങളായാലും ശരി, മറ്റ് സാമൂഹിക പ്രശ്നങ്ങളായാലും ശരി, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളുമായിട്ട് കണക്റ്റഡ് തന്നെയാണ്, മറ്റൊരാളായിട്ട് കണക്റ്റഡ് അല്ല.
ഒരുപക്ഷെ നമ്മളെ ഫാമിലിയിൽ ഒരാളിൽ നിന്ന് ഉണ്ടാകുന്ന നമുക്ക് പ്രയാസങ്ങൾക്ക് കാരണവും അതും നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ വരുന്നതാണ്. അത് തിരുത്താൻ നമ്മളിൽ തന്നെയാണ് ആദ്യം അതിന്റെ പ്രാരംഭം തുടങ്ങേണ്ടത്. അതിന്റെ ആദ്യത്തെ മാറ്റങ്ങൾ തുടങ്ങേണ്ടത് നമ്മുടെ മാനസിക തലത്തിൽ നിന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടതല്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് പറയാ, നമുക്ക് ഉണ്ടാവുന്ന കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് കുറയ്ക്കണമെങ്കിൽ ഉണ്ടായിരിക്കുന്ന മിസ്റ്റേക്സുകൾ നോട്ട് ചെയ്തിട്ട് അതിനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ പോസിറ്റീവ് തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കുണ്ടാവുന്ന നമുക്ക് ഇനി അങ്ങോട്ട് നമ്മുടെ ചിന്താതലത്തിൽ മാറ്റം ഉണ്ടാകുന്നത് നമ്മുടെ രോഗത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ രോഗത്തെക്കുറിച്ച് ചിന്തിക്കും തോറും നമ്മൾ രോഗിയായി തീരാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കൊരു രോഗാവസ്ഥയുള്ളതെങ്കിൽ ആ രോഗത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നമ്മൾ ആരോഗ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോടെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാണ് ചെയ്യുന്നത്. മറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യാവസ്ഥ കൂടുക. അതിനകത്ത് നമ്മൾ വളരെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരിക്കലും ഒരിക്കലും ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമുക്ക് ആരോഗ്യം തരുന്നത്, ഒരിക്കലും രോഗത്തെക്കുറിച്ചുള്ള ചിന്തയല്ല. മനസ്സിലാക്കാം. രോഗം, ആരോഗ്യം, ഇരുട്ട്, വെളിച്ചം, രാത്രി, പകല് എന്ന് പറയുന്ന പോലെ ഓപ്പോസിറ്റ് വേർഡുകളാണ്. രാത്രിയും പകലും ഇരുട്ടും വെളിച്ചവും എന്ന് പറയുന്ന പോലെ തന്നെ ഓപ്പോസിറ്റ് വേർഡുകളാണെന്ത് രോഗവും ആരോഗ്യവും. രോഗവും ആരോഗ്യവും ഒരു ഒരു വിഷയത്തിന്റെ ഇരുപുറങ്ങളാണ്. ശരിക്കും ഇരുപുറങ്ങളാണ്, ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ പോലെ. അതുകൊണ്ട് നമുക്ക് അച്ഛനെ കുറിച്ചും പുള്ളിയെ കുറിച്ചും അറിയേണ്ടതുണ്ട്. അച്ഛനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, അവിടെ ബാലൻസ് അല്ല, ഇൻബാലൻസ് ആണ്. അച്ഛനെ കുറിച്ച് അറിയുന്ന പോലെ തന്നെ നമുക്ക് പുള്ളിയെ കുറിച്ച് അറിയണം. ഒരു നാണയ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അച്ഛനെ കുറിച്ച് അറിയുന്ന പോലെ നമുക്ക് എന്ത് അറിയണം, പുള്ളിയെ കുറിച്ചും അറിയണം. രണ്ട് ഭാഗത്തെ കുറിച്ച് അറിയേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് അത് അറിയാതെ പോയിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് രോഗത്തെ കുറിച്ചാണ്, ആരോഗ്യത്തെ കുറിച്ചല്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യത്തെ കുറിച്ചുള്ള ചിന്തയാണ് ഉണ്ടാവേണ്ടത്, ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. അപ്പോ ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് ആരോഗ്യവത്താക്കി മാറ്റണമെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ളതൊക്കെ നിങ്ങൾ ആദ്യം പ്രായോഗികമായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളെ ഞാൻ പറയാൻ പോവാം. വെറുതെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടല്ല കാര്യം. ഒരു മണിക്കൂറാണ് നമ്മളെ ടോക്ക് വരുന്ന, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമ്മുടെ മൊബൈലില് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ആക്കാറുണ്ട് അല്ലേ? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ആക്കാറുണ്ട്. എന്തിനാ ഡിലീറ്റ് ആക്കുന്നത്? മൊബൈല് ഹാങ് ആവും, ശരിയല്ലേ? മൊബൈല് ഹാങ് ആവുന്നതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ആക്കും. അതുപോലെ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ, നമ്മുടെ മനസ്സിൽ നിന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണം. നമ്മളിപ്പോ ഈ ഇത് തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ചത് എന്താ? ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് തന്നെയാ പ്രാർത്ഥിച്ചത്. എങ്ങനെ? ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. ശ്രദ്ധിക്കണം. ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഈ എന്തിലേക്ക് കടന്നിരിക്കുന്നത്, ഈ ക്ലാസ്സിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പൊ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്ക് ശാന്തിയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ഒരാളോട് അല്പം പോലും നീരസം ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? നമ്മളെ കുടുംബത്തില്, സുഹൃത്തുക്കള്, ആരോടെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തില് മാനസികമായിട്ട് ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് രോഗകാരണമാണ്. നിങ്ങളുടെ മനസ്സിനെ അത് ദോഷം ചെയ്യും. ഒന്ന് നോർമലി വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എനിക്ക് ആരോടെങ്കിലും ഒരു അസ്വസ്ഥത മനസ്സിലുണ്ടെങ്കിൽ എനിക്കാണ് ദോഷം ചെയ്യുക, ആൾക്കല്ല ദോഷം ചെയ്യാം. ഓക്കെ? അത് ഏത് നെഗറ്റീവ് ആയാലും ഞാൻ വിചാരിക്കാം, അയ്യോ ഇതെന്ത് കേരളമാണ്, കേരളം എങ്ങനെ പോയാൽ എവിടെ എത്തും, കംപ്ലീറ്റ് കടത്തിലാണ്, അതാണ് ഇതാണ് നിരന്തരം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെനിക്കാണ് ദോഷം. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയെ കൊണ്ട് നെഗറ്റീവായിട്ട് ഞാൻ ചിന്തിച്ചത് എനിക്കാണ് ദോഷം. പോസിറ്റീവായിട്ട് ചിന്തിച്ചാല് ആർക്കാണ് ഗുണം? നമുക്ക് തന്നെയാണ് ഗുണം. അപ്പൊ മാറ്റപ്പെടേണ്ടത് ചിന്താതലമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മാറ്റപ്പെടേണ്ടത് നമ്മുടെ ചിന്താതലമാണ്. ആ ചിന്താതലത്തില് പോസിറ്റീവായിട്ട് നമ്മൾ പറയാറുണ്ട്, രോഗത്തെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഒരു വ്യക്തിക്ക് നോക്കിയേ, ചില ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ചില ആൾക്കാര് ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സ് മുഴുവൻ അതിലായിരിക്കും.
ഞാൻ അവരോട് പറയാ, നിങ്ങൾ എത്ര ശതമാനം ആരോഗ്യവാനാണ്, ശരിക്കും ശ്രദ്ധിക്കണേ, എത്ര ശതമാനം ആരോഗ്യവാനാണ്, എത്ര ശതമാനം രോഗാവസ്ഥ ഉണ്ട്, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ അവരോട് പറയാറുണ്ട്. അപ്പൊ പറയാം, ഞാൻ തന്നെ തുടങ്ങും. നിങ്ങൾക്ക് ഹാർട്ട് സംബന്ധമായ അസുഖമുണ്ടോ? ഇല്ല. ഓക്കെ. കിഡ്നി സംബന്ധമായ അസുഖമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഹാർട്ട് ഒക്കെയാണ്, കിഡ്നി ഒക്കെയാണ് അല്ലേ? നിങ്ങൾക്ക് ലങ്സ് സംബന്ധമായ അസുഖമുണ്ടോ? ഇല്ല. തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. അങ്ങനെ അങ്ങനെ പോയി പോയി അവസാനം നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു പ്രോബ്ലം ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ വെറും ഒരു മൈഗ്രെയിൻ ആയിരിക്കും ഉണ്ടാവുക, അല്ലെ വെറൊരു തലവേദന ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വെറുതെ ഒരു ചെറിയൊരു പെയിൻ എന്തെങ്കിലും ആയിരിക്കും, ശരീരത്തിൽ ഒരു വേദന ആയിരിക്കും ഉണ്ടാവുക. ശ്രദ്ധ മുഴുവൻ ഞാൻ 90% ആരോഗ്യവാനാണ്, 95% ആരോഗ്യവാനാണ്. പക്ഷെ 5% എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഞാൻ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്, ചെറിയൊരു രോഗാവസ്ഥയെക്കുറിച്ച്. കാരണം മനസ്സ് മുഴുവൻ എവിടെയാണ്? ഇതാണ്. അപ്പൊ നമുക്ക് എത്ര ശാരീരിക ബലം ഉണ്ടായാലും മാനസിക ബലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, നമ്മളിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുക. അതിന് വേണ്ട നെഗറ്റീവ് സൈറ്റുള്ള ഒഴിവാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു കാര്യമാണ് വേണ്ടാത്തതെല്ലാം ഡിലീറ്റ് ചെയ്യണം. ആ വേണ്ടാത്തതെല്ലാം ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ജീവജാലങ്ങൾക്കും ശാന്തി സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ആത്മാർത്ഥമാണ്. നമുക്ക് ഒരാളോട്, ഒരു വ്യക്തിയോട്, ഒരു സമൂഹത്തിനോട്, ഒരു മതവിഭാഗത്തിനോടോ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനോ ഒന്നും മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാവാൻ പാടില്ല. ഒരു ടെൻഷൻ അസ്വസ്ഥത ഉണ്ടായി കഴിഞ്ഞാൽ അത് ആർക്കാ ദോഷം ചെയ്യാം? നമുക്കാ ദോഷം ചെയ്യാം. ഓക്കെ. 2026 നമ്മൾ ഒരു പരാതി പറയുന്ന ആളാവാതെ മറ്റുള്ളവരുടെ ഗുണങ്ങൾ പറയുന്ന ആളായി മാറട്ടെ. നല്ലത് കാണുക, നല്ലത് പറയുക, നല്ലത് ചിന്തിക്കുക. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, നമ്മൾ എവിടെ പോയാലും അവിടെ നല്ല നന്മയുണ്ട്, നമ്മൾ എല്ലാവരിലും നല്ല ഗുണങ്ങളുണ്ട്. അപ്പോ ആ നന്മയും നല്ല ഗുണങ്ങളും ഒക്കെ പറയുന്നതിന് പകരം ഒരാളിന്റെ നെഗറ്റീവ് നമ്മൾ ആവർത്തിക്കുന്നെങ്കിൽ, അതാ പറയുന്നെങ്കിൽ, അതാ ചിന്തിക്കുന്നെങ്കിൽ അത് നമുക്ക് ദോഷമായിട്ട് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യത്തെ നമ്മളെ മനസ്സിൽ നിന്നുള്ള മാറ്റം, ആരോടും എനിക്കൊരു അസ്വസ്ഥത നീരസം ഒന്നുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചൊരു തീ കൂട്ടിയിട്ടിട്ട് എൻ്റെ ഉള്ളിലെ ആരോടെങ്കിലും ഉള്ള അസ്വസ്ഥതയും വെറുപ്പും എല്ലാം കൂടെ എടുത്തിട്ട് ആ തീയിലിട്ട് കരിച്ചു കളയണം. മനസ്സിലായില്ലേ? ഒരാ നമ്മളെ മനസ്സെന്താക്കണം? ശുദ്ധമാക്കണം. മൊബൈലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വേണ്ടാത്തതൊക്കെ ഒഴിവാക്കുന്നതൊക്കെ മനസ്സിൽ നിന്ന് വേണ്ടാത്ത ഒഴിവാക്കണം. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ന്യൂ ഇയർ തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് പുതുവർഷം 1-ാം തീയതി. 2 ദിവസം മുന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ വീട്ടിൽ നിന്ന് മൊബൈലിൽ നിന്ന് വേണ്ടാത്തത് ഒഴിവാക്കുന്ന പോലെ, മനസ്സിൽ നിന്ന് വേണ്ടാത്തത് ഒഴിവാക്കുന്ന പോലെ വീട്ടിൽ നിന്നും വേണ്ടാത്തത് ഒഴിവാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. വീട്ടിൽ നിന്ന് നമ്മൾ എന്താ പറയുക, അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊബൈലിൽ നിന്ന് ഒഴിവാക്കണം, മനസ്സിൽ നിന്ന് ഒഴിവാക്കണം, നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആ. വീട്ടിൽ ഒരുപാട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. വേണ്ടാത്ത സാധനങ്ങളൊക്കെ അത് എന്താ പറയാ, അതെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം അതൊക്കെ ഒരു നെഗറ്റീവ്. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ്. നമുക്കറിയാം ഇതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല, പക്ഷെ നമ്മളത് എങ്ങനെയും പണ്ട് നമ്മൾ ഉപയോഗിച്ച ഒരു സാധനം എങ്ങനെയും നമ്മൾ എന്താ പറയാ, പല ആൾക്കാരും വീട്ടിലെ സ്റ്റെയർ കേസിന്റെ അടിയിലൊക്കെ ഇങ്ങനെ ഡബ് ചെയ്യും അനാവശ്യ സാധനങ്ങളൊക്കെ. കാരണം അതൊന്നും വേണ്ട, അതെല്ലാം മാറ്റിക്കളയണം. ഇനിയിപ്പോ അഥവാ ഇനിയിപ്പോ നമുക്ക് പുതുവത്സരം തുടങ്ങിപ്പോയത് കൊണ്ട് ഇനി മാറ്റണ്ടെന്നല്ല. ഇനി നിങ്ങളെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എല്ലാം നമ്മൾ എടുത്തിട്ട് മാറ്റാൻ ശ്രമിക്കുക. ശരിക്കും എല്ലാം എടുത്തിട്ട് മാറ്റാൻ ശ്രമിക്കുക. ഇതൊക്കെ ഒരു ക്ലിൻസിങ് പ്രോസസ്സാണ്. അതെല്ലാം കാണുന്നതും അതെല്ലാം എപ്പോഴും നമുക്ക് ഗുണകരമായിട്ടല്ല വരിക. എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരു മനസ്സിന് വരെ ഒരു സ്വാസ്ഥ്യം ലഭിക്കണമെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ അനാവശ്യ ചിന്തകള്, അതേപോലെ തന്നെ ഒരു എന്താ പറയാ, ഒരു ലാക്ക് ഓഫ് ലവ്. നമുക്ക് പിന്നെയുള്ള നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോട് എന്തില്ല, ഒരു ബഹുമാനവും സ്നേഹവും ഒന്നുമില്ല. മനസ്സിലായില്ലേ? മനസ്സിലായി. നമുക്കുള്ളതല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ? ആണോ? നമുക്കുള്ളതേ കൊടുക്കാൻ പറ്റൂ, ഇല്ലാത്തത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കണേ, നമുക്ക് നമ്മളോട് എന്തുണ്ടാവണോ? സ്നേഹം ഉണ്ടാവണം.
എനിക്ക് വേദനയാണ് ഇവിടെ, എനിക്ക് അസുഖമാണ്, എപ്പോഴും എൻ്റെ അസുഖത്തെ കുറിച്ച് നിരന്തരം ചിന്തയാകുമ്പോൾ എന്താണ്, അസുഖം കുറയോ കൂടുകയോ ചെയ്യാം. നിങ്ങൾ തന്നെ പറ. ഞാൻ എപ്പോഴും എൻ്റെ അസുഖത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് അസുഖം കൂടുമോ കുറയുമോ? കൂടുകയാണ് ചെയ്യുക. മറിച്ച് ഒരു 5% ഉള്ള അസുഖത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ 10% അസുഖമുണ്ടല്ലോ, 90% ഞാൻ ആരോഗ്യവാനാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഞാൻ ആരോഗ്യവാനാണ്. നിരന്തരം ചിന്തിക്കേണ്ടത് അത് തന്നെയാണ് ശരിക്ക്. അത് തന്നെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും. അതുകൊണ്ട് നമ്മൾ വേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് എന്ത് വേണം? എപ്പോഴും ഈ ഒരു ധാരണ വേണം. തോട്ട്സ് ആണ് നമ്മളെ നയിക്കുന്നത്, ചിന്തയാണ് നയിക്കുന്നത്. ആ ചിന്തയിലെ പരിവർത്തനം വളരെ ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒരാൾക്ക് എപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് എപ്പോഴും രോഗാവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതിന് പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ മനസ്സിനെ തിരുത്തേണ്ടതുണ്ട്, ചിന്തകളെ തിരുത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. ആ മാനസിക തലം, ചിന്താതലം തിരുത്താതെ നമ്മള് പുറമെ മാത്രം പരിഹാരം തേടുമ്പോൾ നിങ്ങൾക്ക് ജീവിതാവസാനം വരെ പരിഹാരം തേടി നടക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഒരിക്കലും നിങ്ങൾ പരിഹാരത്തിലേക്ക് വരില്ല. കാരണം ഇത് എവിടെയാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്? മാനസിക തലത്തിലാണ്. അതറിയാതെ നിങ്ങൾ പുറം ലോകത്ത് ഇതിന് പരിഹാരം തേടി അലഞ്ഞാൽ നമുക്ക് കിട്ടുമോ? കിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മാനസികമായിട്ടുള്ള ഊർജ്ജം എപ്പോഴും ഉത്സാഹമായിട്ടും എനർജി ആയിട്ട് ഇരിക്കാനുള്ള മാനസികത നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പൊ മാനസികത നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങളൊന്നും അങ്ങനെയുള്ള ഘടകങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടതാണ് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒഴിവാക്കുക. മൊബൈലിൽ നിന്ന്, മനസ്സിൽ നിന്ന്, വീട്ടിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഒക്കെ ഒക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഒരുപാട് മറ്റുള്ളവരെ കുറിച്ച് അമിതമായിട്ട് പരാതി പറയുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് വരെ നമ്മൾ മാറി നിൽക്കണം. നമ്മളും പറയാൻ പാടില്ല. മറ്റുള്ളവരെ കുറിച്ച് പരാതി എപ്പോഴും അധികം പറയാൻ പാടില്ല. അധികം എന്നല്ല, പറയാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത്തരമുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് മാറി നിൽക്കണം ശരിക്കും. കാരണം നമ്മളെ എനർജി ലോസ് ആയി പോകും. അത്തരം ആൾക്കാരായിട്ടുള്ള ഇടപെടലൊക്കെ നമുക്ക് എനർജി ലോസ് ആയി. ഓക്കെ. അപ്പൊ നമ്മളെ എനർജി ബ്ലോക്ക് ആക്കുന്ന ഘടകങ്ങളെ കുറിച്ച് ഞാൻ ഒന്ന് പറയാണ്. നമ്മളെ എനർജി ബ്ലോക്ക് ആക്കുന്ന ഘടകങ്ങൾ ഒന്നാണ് നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്തത്. ശ്രദ്ധിക്കണം. നമ്മുടെ എനർജി ഈ 2026 മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ എനർജി ബ്ലോക്ക് ആക്കുന്ന ഒരു ഘടകമാണ് നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്തത്. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു നമ്മളോട് തെറ്റുപോയി നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്ഷമിക്കാൻ കഴിയണം. ക്ഷമിക്കാൻ കഴിയുമ്പോഴേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്ഷമ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയാം. കാരണമല്ല, ഫോർഗിവ്നെസ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്നോട് ആര് തെറ്റ് ചെയ്താലും ഞാൻ ആരോട് തെറ്റുപോലെ എനിക്ക് ദൈവത്തിനോട് മാപ്പ് തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മളോട് ആരെയും തെറ്റ് ചെയ്യുന്ന അവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ഇനി നമ്മളെ തെറ്റ് വേണ്ടിയിട്ട് എനിക്ക് മാപ്പ് തരണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ഫോർഗിവ്നെസ് വളരെയധികം, ഫോർഗിവ്നെസ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തയില്ല. നമ്മൾ എന്താ പറയാ, ഒരുപാട് അനുഗ്രഹീതരാണ് ശരിക്ക്. നമുക്ക് ദിവസവും ഭക്ഷണം കിട്ടുന്നുണ്ട്, അല്ലെ? നമുക്കൊരു ജോലി ഉണ്ട്, അല്ലെ? നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഉള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ എന്താ പറയാ, നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, സന്തോഷിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ആ ഉള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിനോട് താങ്ക്സ് പറയാൻ, അല്ലേ? നമുക്കൊരു ഫാമിലി ഉണ്ട്, അതിന് താങ്ക്സ് പറയണം. മക്കളുണ്ട്, നമുക്ക് എന്തൊക്കെ ഉണ്ടോ, നമുക്ക് എന്തെല്ലാം ഉണ്ട്, ഇതിനുള്ളതിനൊക്കെ നമ്മൾ ദൈവത്തിനോട് താങ്ക്സ് പറയണം. ഈ രണ്ട് കാര്യങ്ങള് നിങ്ങൾക്ക് എന്ത് ചെയ്യും? വരം നിങ്ങളിലേക്ക് ഗ്രേസ്, അനുഗ്രഹം കൊണ്ടുതരാൻ. യൂണിവേഴ്സൽ പവറിന്റെ എനർജി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്നർ പ്യൂരിറ്റി ഉണ്ടായാലാണ് നമ്മളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തുക. ആ ഇന്നർ പ്യൂരിറ്റി ഉണ്ടാവണമെങ്കിൽ, ഇനിയിപ്പോ വിശേഷിക്കാം രോഗമാണെങ്കിൽ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്? ഞാൻ ആരോഗ്യവത്തായ, വരുന്ന ഞാൻ ആരോഗ്യ നിരന്തരം മനസ്സിലാവും. നിരന്തര ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിലേക്ക് ആരോഗ്യാവസ്ഥ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വേണ്ടത് എന്താണ്? ഓരോ കാര്യങ്ങളും ഇതുപോലെ നമ്മൾ ഈ ഒരു പോയിന്റ് പോലെ ക്ഷമ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോർഗിവ്നെസ് ചെയ്യുന്നത്. നമ്മളിലെ നന്ദി ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ നമുക്കുള്ളതിൽ അനുഗ്രഹീതരമായിട്ട് നമുക്കുള്ളതിലൊക്കെ ദൈവത്തിനോട് നന്ദി പറയുന്നത്.
നിരന്തരം നമുക്കുള്ള ഓരോ കാര്യത്തിന് നന്ദി പറയുമ്പോൾ നമ്മളിൽ നന്ദി വർദ്ധിക്കും. അതേപോലെ തന്നെ നമ്മളിൽ എന്ത് വർദ്ധിക്കും? ക്ഷമ വർദ്ധിക്കും. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. കാരണം പലപ്പോഴും നമ്മൾ ഇത് മറന്നുപോകും. നമുക്ക് ഈ നമ്മൾ വിലയിരുത്തണം. 26 25, 24, 23, 22 ബാക്കോട്ടുള്ള ഓരോ വർഷവും നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് പുതിയ പുതിയ വർഷങ്ങളാണ്, പക്ഷെ നമുക്കൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ വർഷം റിപ്പീറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. നമുക്ക് 2022 ഒരേപോലെ, 2023 ഒരേപോലെ, 2024 ഒരേപോലെ, 2025 കഴിഞ്ഞു അതേപോലെ, ഒരേപോലെ. അങ്ങനെ തന്നെയാണോ ഇനി 2026 ആവേണ്ടത്? അങ്ങനെ തന്നെ ആണെങ്കിൽ എൻ്റെ ക്ലാസ് കേൾക്കണമെന്നേ ഇല്ല. അങ്ങനെ തന്നെ ആവരുത്. അതിൽ മാറ്റം ഉണ്ടാക്കണം. നമുക്ക് ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ വേണോ എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. സാമ്പത്തികമാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കണം. സാമ്പത്തികമാണ്, അത് നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് സാമ്പത്തിക പ്രയാസങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റണം എന്ന് ഒരിക്കലും സാമ്പത്തിക പ്രയാസങ്ങൾ എന്നല്ല ചിന്തിക്കേണ്ടത്. ഞാൻ സാമ്പത്തികമായിട്ട് സമൃദ്ധിയിലേക്ക് വരുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. ചിന്താതലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ സമൃദ്ധിയിലേക്ക് വരുന്നു, സാമ്പത്തികപരമായ സമൃദ്ധിയിലേക്ക് വരുന്നു. എനിക്കൊരു രോഗാവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ രോഗം 2026 ആ രോഗം മാറ്റണം എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ രോഗം മാറ്റണം ചിന്തിക്കുമ്പോൾ ഞാൻ രോഗിയാണെന്ന് മനസ്സിൽ ഫിക്സ് ചെയ്യാണെന്ന് മനസ്സിലാക്കുക. തോട്ട്സ് വരേണ്ടത് ഞാൻ ആരോഗ്യവത്തായി വരികയാണ്, ഞാൻ ആരോഗ്യവത്തായി വരിക, ഞാൻ ആരോഗ്യവതിയാണ്, അല്ലെ ആരോഗ്യവാനാണ് എന്നാണ് ചിന്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഒരിക്കലും എന്ത് ചിന്തിക്കരുത്. ഒരു കടബാധ്യത ഉള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചിന്തിക്കരുത്? എനിക്ക് 2026 എന്റെ കടബാധ്യത തീർക്കണം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മറിച്ച് എനിക്ക് സമ്പദ് സമൃദ്ധി ഉണ്ടായിട്ട് മറ്റുള്ളവർക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയണം എന്നാണ് ചിന്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? തോട്ട്സ് എപ്പോഴും എന്തായാലും പോസിറ്റീവായിട്ടാണ് വരേണ്ടത്. ഇപ്പൊ ഒരു ഉദാഹരണം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരാൾക്ക്, നിങ്ങളിപ്പോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഭയങ്കര ദേഷ്യമാണ് എന്ന് വിചാരിക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് നല്ല ദേഷ്യമുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? 2026 എന്റെ ദേഷ്യം മാറ്റണമെന്ന് ചിന്തിക്കരുത്. മനസ്സിലായില്ലേ? 2026 എന്റെ ക്ഷമ വർദ്ധിപ്പിക്കണം. കാരണം ദേഷ്യം നമ്മുടെ ക്വാളിറ്റി അല്ല. ഞാനൊന്ന് ദേഷ്യപ്പെടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ സാധിക്കില്ല. ദേഷ്യം നമ്മുടെ ക്വാളിറ്റി അല്ല. നമുക്ക് പോസിറ്റീവ് ക്വാളിറ്റീസ് മാത്രമേ ഉള്ളൂ. ദേഷ്യമല്ല, മറിച്ച് എന്താണുള്ളത്? നമുക്ക് ക്ഷമ കുറവുകൊണ്ടാണ് ദേഷ്യം വരുന്നത്. ക്ഷമ കുറവുകൊണ്ട് ദേഷ്യം വരുന്നത് കൊണ്ട് നമ്മൾ 2026 എന്റെ ക്ഷമ വർദ്ധിക്കണം, എന്റെ ക്ഷമ വർദ്ധിക്കുന്നു. വർദ്ധിക്കണം എന്നല്ല, വർദ്ധിക്കണം എന്ന് പറയുമ്പോൾ അത് മുന്നോട്ടാണ്. വർദ്ധിക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. സംഭവിച്ചതായിട്ട് തന്നെ ചിന്തിക്കേണ്ടത്. എന്റെ ക്ഷമ വർദ്ധിക്കുന്നു, എന്റെ ക്ഷമ വർദ്ധിക്കുന്നു എന്നുള്ള തരത്തിലാണ് ചിന്ത വരേണ്ടത്. അതിനുള്ള പ്രാക്ടീസൊക്കെ നമുക്ക് ഇന്നർ ഹാർമണി എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഒരു വെബിനാർ അടുത്ത ഞായറാഴ്ച 7 മണിക്കുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത കുറെ ആൾക്കാർ ഇതിലുണ്ട്, ഈ ഗ്രൂപ്പിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വിശദമായിട്ട് ഇത്തരം പ്രാക്ടീസുകളൊക്കെ നമ്മളുണ്ട്. പലപ്പോഴും നമുക്ക് എന്താ വലിയൊരു വിഷയം വരുന്നതെന്ന് വെച്ചാൽ, ഇത്തരം മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ പലയിടത്തും കേൾക്കും, അല്ലെ? പലയിടത്തും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല എനർജറ്റിക് ആവും. 2 ദിവസം കഴിയുമ്പോൾ നേരെ എന്താവും? ലൂസ് ആവും. മനസ്സിലായില്ലേ? അപ്പൊ അത് അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. കമ്മ്യൂണിറ്റിയിലാകുമ്പോൾ ആഴ്ചകൾ തോറും എല്ലാ ബുധനാഴ്ചയും നമ്മൾ ഇങ്ങനൊരു ക്ലാസ് ഉണ്ടാവും. പിന്നെ അതിന്റെ പ്രാക്ടിക്കൽ എന്ന നിലയ്ക്ക് നമ്മൾ എല്ലാ ശനിയാഴ്ചയും നമുക്ക് മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട്. ഓക്കെ, 6 മണിക്ക് എല്ലാ ശനിയാഴ്ച 6 മണിക്ക് മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട്. പിന്നെ നമുക്ക് തന്നെ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് യോഗയുടെ ക്ലാസ് ഉണ്ട്. ഇപ്പൊ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഫ്രീ എൻട്രി എന്നുള്ളതൊക്കെ ഒരു 3-4 മാസത്തേക്ക് യോഗ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് പ്രായോഗികമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ശരിക്കും അഫക്റ്റ് വരിക. കാരണം ബോഡി ഇളകി ചൂടാകുമ്പോഴേ ഉള്ളൂ പോസിറ്റീവ് ഹോർമോണൊക്കെ ഹൈ ആവുള്ളൂ ശരീരത്തില്. ബോഡി ഇളകി ചൂടാവണം, ദിവസവും ശരീരം ഇളകി ചൂടാവണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യം വ്യായാമത്തിനുണ്ട്. ശരീരം ഇളകി ചൂടാവുമ്പോൾ ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോൺ, എൻഡോർഫിൻ പോലുള്ള ബ്രെയിൻ പ്രൊഡക്ട് ചെയ്യുന്ന പോസിറ്റീവ് ഒരു ഹോർമോൺ. ക്ലാസ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആ ഹോർമോൺ ഹൈ ആയി കിട്ടണമെങ്കിൽ ഡെയിലി ശരീരം ഇളകി ചൂടാവണം. എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നൊക്കെയാണ് കൂടുതൽ കൂടുതൽ വയ്യാതെ പോകും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എനർജൈസ് ആയിക്കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് യോഗയും ശരീരമൊക്കെ
ഈ വർക്കൗട്ട് ഡെയിലി ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ശരിക്കും. ബോഡി നന്നായിട്ട് ഇളകി ചൂടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ മറ്റുള്ളവർ, അത് പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം, നമ്മളെ കുറിച്ച് മറ്റുള്ളവരെന്തോ പറയുന്നു, ഒരിക്കലും നമ്മളത് ചിന്തിക്കരുത്. മറ്റുള്ളവരെന്തോ പറയുന്നു എന്ന് വലിയ കാര്യമൊന്നുമില്ല. കാരണം മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ കാര്യം ചെയ്യാൻ പറ്റൂല. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കിൽ വികാരം കൊള്ളാൻ പാടില്ല. നമ്മൾ ബൂസ്റ്റ് പോസിറ്റീവായിട്ട് പറഞ്ഞാലും നെഗറ്റീവായിട്ട് പറഞ്ഞാലും നമ്മൾ അതിൽ ഇമോഷണൽ ആയാലും നമുക്ക് നമ്മളെ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോവും. മനസ്സിലായില്ലേ? നമുക്കൊരു ബോധമുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ പോകുന്നു, നമുക്കൊരു ബോധമുണ്ട്. നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നു ചിന്തിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മൾ എന്താവും? നമ്മൾ അതിന്റെ നെഗറ്റീവ് ആവും, നമ്മൾ അതിലേക്ക് പോവില്ല. ശരിയെന്ന് തോന്നുന്നു ഉറപ്പിച്ചൊരു കാര്യത്തിലൂടെ പോകുമ്പോൾ മറ്റുള്ളവർ ഞാൻ എന്ത് പറയുന്നുള്ളതൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്കൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മൾ എന്താക്കേണ്ടതുണ്ട്? നമ്മള് നമ്മളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്. നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് 2026 നമുക്ക് വളരെ നല്ലൊരു ഭാഗ്യവർഷമായിട്ട് മാറ്റണമെങ്കിൽ നമ്മുടെ മാനസിക തലത്തിൽ തന്നെയാണ് പരിവർത്തനം ഉണ്ടാക്കേണ്ടത്. അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊബൈലിൽ നിന്ന് ഒഴിവാക്കുക, അതുപോലെ തന്നെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക, അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ചുറ്റുപാടിൽ നിന്നും ഒഴിവാക്കണം. ഓക്കെ, യെസ്. നെക്സ്റ്റ്, നമ്മൾ ഈ എപ്പോഴും ഈ ഗ്രാറ്റിറ്റ്യൂഡും ഈ ഫോർഗിവ്നെസ്സും പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ ഇന്നർ പ്യൂരിറ്റി ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വ്യക്തത, ഞാൻ എന്ത് എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു സെൽഫ് അനലൈസേഷൻ നമുക്ക് ഉണ്ടാവണം. ഞാൻ എന്താണ്? സെൽഫ് അനലൈസേഷനിലൂടെയാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക. നമുക്ക് എവിടെങ്കിലും എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്താണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും. ഒരു ഉദാഹരണം സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ക്ലാസ്സുകളിൽ പറയാറുള്ള ഒരു കാര്യമാണ്. ഞാനൊരു ഒരാളെ പിന്നെ വിദേശത്തേക്ക് യോഗയ്ക്ക് കൊണ്ടുപോയ സമയത്ത് എൻ്റെ വിദേശത്തുണ്ടായിരുന്ന സ്ഥാപനത്തിൽ എന്നെ സ്റ്റാഫായിട്ട് കൊണ്ടുവരുന്നതാണ്. 2010 മുതൽ 16 വരെ ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ ഞാനും വേറെ ആളും ചേർന്ന് അവിടെ ഒരു യോഗ സെന്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ അവിടത്തേക്ക് ഞാൻ ഒരാളെ യോഗയ്ക്ക് കൊണ്ടുപോയ എക്സ്പീരിയൻസ് ഞാൻ പറയാറുണ്ട്. അദ്ദേഹം യോഗയ്ക്ക് കൊണ്ടുപോയി, ഞാൻ ഒരു ഇങ്ങനെ പറയുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു കഥ പോലെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു അനുഭവ കഥയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ യോഗയ്ക്ക് കൊണ്ടുപോയി ഞാൻ എല്ലാ ദിവസവും രാവിലെ അവിടെ ഒരു UK ക്ലാസ് എടുക്കാറുണ്ട്. ആഴ്ചയിൽ 3 ദിവസം ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു UK ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ ആ ക്ലാസ് ഈ കൊണ്ടുപോയ ആളെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, തലേ ദിവസം ആ ആളെ വിളിച്ചിട്ട് ഇവരുടെ ഫ്ലാറ്റ് വില്ല, സോറി ഫ്ലാറ്റ് അല്ല വില്ലയായിരുന്നു, ഇവരുടെ വില്ല കാണിക്കാൻ കൊണ്ടുപോകാൻ. അങ്ങനെ അമ്പലത്തിൽ പോകാ. ഹലോ, എന്താ മനസ്സിലാകാണ്ട്? വില്ല മീൻസ് വീട്. ഹലോ, ഉണ്ട്, പോവാണ്ട്. ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണേ. എല്ലാവരുടെ ശ്രദ്ധിക്കൊന്ന് മൈക്ക് ഓഫ് ചെയ്താൽ നല്ലതാണ്. അപ്പൊ ശ്രദ്ധിക്കാം. അങ്ങനെ വില്ല കാണിക്കാൻ കൊണ്ടുപോയി. ഞാൻ തലേ ദിവസം കൊണ്ടുപോയി വില്ല കാണിച്ചു. പിറ്റേ ദിവസം 7 മണിക്ക് അവിടെ ക്ലാസ് എടുക്കേണ്ടതാണ്. അപ്പൊ തലേ ദിവസം പോയി ഞാൻ ആ വില്ല കാണിച്ചു കൊടുത്തു, വില്ല നമ്പർ കാണിച്ചു കൊടുത്തു, കൃത്യമായിട്ട് റൂട്ട് കാണിച്ച് എല്ലാം കൊടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ഓ മനസ്സിലായെന്ന് പറഞ്ഞു. എനിക്ക് എന്നോട് തന്നെ ആ സമയത്ത് തോന്നിയത് എന്താ പറയാ, ഇത്ര പെട്ടെന്ന് ആൾക്ക് മനസ്സിലായോ എന്ന് തോന്നി. കാരണം ഈ നമ്മളെ നാട് പോലെ എല്ലാം ദുബായ്. നമുക്ക് ദുബായിൽ പോയവർക്കൊക്കെ അറിയാവുന്നതാണ്, അല്ലെ കണ്ടവർക്ക് അറിയാവുന്നതാണ്. നമ്മൾ എന്താ പറയാ, ഈ കലാഭവൻ മണി പറഞ്ഞ പോലെ നമുക്കിവിടെ സീമക്കൊന്ന് അരയാലും ഒക്കെ നമുക്ക് അടയാളം വെക്കാൻ പറ്റും അല്ലേ? പക്ഷെ അവിടെ മരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അടയാളം വെക്കാനില്ല. എല്ലാ ബിൽഡിങ്ങുകളും ഒക്കെ ഒരേപോലെയാണ്. അപ്പോൾ ഒരേപോലെയുള്ള ബിൽഡിങ് കാര്യങ്ങൾ ഈ സ്ഥലത്ത് ഞാൻ ഒരു റൗണ്ട് അബൌട്ടൊക്കെ കഴിഞ്ഞ് ഒരു ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇയാളെ കാണിച്ചു. ആൾക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. കാരണം എനിക്കങ്ങനെ മനസ്സിലായില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ വീണ്ടും ഒരു സംശയം കൊണ്ട് വീണ്ടും ചോദിച്ചാൽ മനസ്സിലായിട്ടുണ്ടോ? ഹലോ, മനസ്സിലായി എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഞങ്ങൾ റൂമിൽ വന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കിടക്കുന്ന ഫാമിലിയൊക്കെ അവിടെയാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം
രാത്രി ഞാൻ കിടന്നതിന് ശേഷം എൻ്റെ ഡോറിന് വന്ന് മുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ നാളെ കാലത്ത് കുറച്ച് നേരത്തെ പോയിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തിനാ? അല്ല, പുതിയ സ്ഥലമല്ലേ, വഴിയേറ്റാൻ മാറിപ്പോയാലോ. അപ്പൊ അങ്ങനെ വഴി മാറിപ്പോന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ല, നേരത്തെ പോവാന്ന് വിചാരിച്ച. ഞാൻ പറഞ്ഞു, "ഓ, ശരി" എന്ന് പറഞ്ഞു. അങ്ങനെ കൃത്യം 7 മണിക്കാണ് ക്ലാസ് തുടങ്ങേണ്ടത്. കൃത്യം 7:02 7:03 ഈ ലേഡി എന്നെ വിളിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടാവില്ല എന്ന്. അപ്പൊ ഞാൻ എടുക്കാതെ ആ ഫോൺ റിങ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഇൻസ്ട്രക്ടറെ വിളിച്ചു. യോഗ ഇൻസ്ട്രക്ടറെ വിളിച്ചപ്പോ ആള് പറയാ, ഞാൻ ചോദിച്ചു എവിടെയുള്ളതെന്ന് ചോദിച്ചു. പറയാ, ആർക്കറിയാ, അറിയില്ല എന്നാണ്, വഴിതെറ്റിപ്പോയി. ആള് വഴിതെറ്റിട്ട് എവിടെയോ ആയി. മനസ്സിലായില്ലേ? അപ്പൊ ഉടനെ ആ ഒരു ടെൻഷനിലെ ആൾ ഉടനെ എന്നോട് ചോദിക്കാണ്, ഇനി ഞാൻ എങ്ങനെ അങ്ങോട്ട് പോവാന്ന്. കാരണം എവിടെയാണെന്ന് അറിയാത്ത ഒരാൾക്ക് പിന്നെ എങ്ങോട്ടാ പോവാന്ന് വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെ വീട്ടിലേക്ക് ഒരാൾ വരുന്നെന്ന് വിചാരിക്കുക. വരുന്നത് വിചാരിക്കുമ്പോൾ നിങ്ങളോട് വിളിച്ചു പറയാം അങ്ങോട്ട് വരുന്ന വഴി എവിടെയാന്ന്. നമ്മൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് ചോദിക്കും, അല്ലേ? നിങ്ങൾ ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചാലേ ഉള്ളൂ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതൊരു പ്രധാനപ്പെട്ട, അത് അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഒരു രക്ഷയില്ല, സ്വാഭാവികമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കയ്യിൽ എഴുതി തന്നിട്ടില്ലായിരുന്നോ വില്ല നമ്പർ, സ്ഥലം, ജംഗ്ഷൻ ഒക്കെ എഴുതി തന്നിട്ടില്ലായിരുന്നോ, സ്ട്രീറ്റ് നമ്പറും ഒക്കെ എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. അത് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അത് കയ്യിലുണ്ട്. അങ്ങനെയാണ് ഒരു ടാക്സിക്കാരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ടാക്സിക്കാരടുത്ത് കൊടുത്തപ്പോൾ ടാക്സിക്കാരൻ പറയാണ്, ഇതാ നിങ്ങൾ ആ വീടിന്റെ തൊട്ട് ബാക്കിലായിരിക്കും നിൽക്കുന്നത്, അത് മുന്നിലത്തെ വീടാണ്. മനസ്സിലായല്ലോ? ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇദ്ദേഹത്തിന് ശരിക്കും ഞാൻ വഴി പറഞ്ഞു കൊടുത്ത സമയം തന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഈഗോ സമ്മതിച്ചില്ല മനസ്സിലായില്ല എന്ന് പറയാൻ. കാരണം മനസ്സിലായില്ലേ, നമ്മുടെ ഈഗോ പലപ്പോഴും എപ്പോഴും നമുക്ക് ഒരാളോട് അവിടെ നമ്മൾ വിനയം നമുക്ക് അത്യാവശ്യമാണ്. വിനയം ഒരിക്കലും എന്തല്ല, അടിമത്തല്ല. നമുക്ക് ഒരാളൊരു കാര്യം പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചോദിക്കാം, സോറി, ആ മനസ്സിലായിട്ടില്ല എന്ന് പറയാം. അത് ഒരിക്കലും മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാവാതെ മനസ്സിലായി എന്ന് പറയാൻ നമ്മൾ ഈഗോ. കാരണം അവരെന്ത് വിചാരിക്കണം എന്ന് വിചാരിക്കുന്ന ആ രീതി കൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. ഇദ്ദേഹത്തിന്റെ ആ ഈഗോ കൊണ്ട് എന്തെല്ലാം പ്രശ്നമുണ്ടായി. അതേസമയം ഇതിൽ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും കാര്യങ്ങൾ വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ട് അതൊരു വിഷയമാണ്. അതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട്. തൊട്ട ബാക്കിലായിരിക്കുന്ന അവസരം അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. തൊട്ട് മുന്നിൽ തന്നെ വീടുണ്ട്, പക്ഷെ ആ വീടിന്റെ ബാക്കിലാണ് ആളിരിക്കുന്നത്. കണ്ടില്ലേ? അവസരം അടുത്ത് തന്നെ ഉണ്ട്. അത് ഈഗോ ഉണ്ടാകുമ്പോൾ ഗ്രേസ് കുറയും, ഓപ്പർച്യൂണിറ്റീസ് കുറയും എന്ന് പറയുന്നത് ഇത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ തിയറിയാണത്. ഈഗോ ഉണ്ടാകുന്ന സമയത്ത് അട്രാക്ഷൻ കുറയും. ഈഗോ ഉണ്ടാകുന്ന സമയത്ത് മണി അട്രാക്ഷനും പോലെ തന്നെ അതും നമുക്ക് തടസ്സമാണ്. എത്രമാത്രം നമ്മളിൽ ഈഗോ, ഞാനെന്നുള്ള ഭാവം, അഹങ്കാരത്തിന്റെ ഭാവം കുറയുന്നു, അത്രയും നമുക്ക് ഗ്രേസ് ഉണ്ടാവും. നമുക്ക് മണി അട്രാക്ട് ചെയ്യാൻ പറ്റും, ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ തിയറിയാണ്. ഇദ്ദേഹത്തിന് ആ കാണിച്ച ഈഗോയുടെ പ്രശ്നം കാരണമാണ് അത് വഴിതെറ്റിപ്പോയതും തൊട്ട് വീടിന്റെ ബാക്കിൽ ഇരുന്നിട്ട് വഴി കണ്ടുപിടിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിയതും ഒക്കെ അതിന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ഒന്ന്. രണ്ടാമത്, അത് എവിടെയാണെന്ന് അറിയാതെ നമുക്ക് പറയാൻ പറ്റാത്ത പോലെ നമ്മൾ ഓരോ വ്യക്തികളും ഇപ്പൊ എന്താണെന്ന് നമ്മൾ സ്വയം നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യണം. കാരണം ഇന്ന് 2025 ജനുവരി 1-ാം തീയതി നിങ്ങളെ നോട്ട് ചെയ്ത് ഇന്ന് നിങ്ങളെ അനലൈസ് ചെയ്യണം. സെൽഫായിട്ട് അനലൈസ് ചെയ്യണം. എനിക്ക് എത്രമാത്രം ആരോഗ്യാവസ്ഥ ഉണ്ട്, എനിക്ക് എത്രമാത്രം സാമ്പത്തിക കാര്യങ്ങൾ, എനിക്ക് എൻ്റെ സാമൂഹികമായിട്ടുള്ള അവസ്ഥകൾ എല്ലാം നിങ്ങളെ സെൽഫായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് വേണം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഓരോന്നും തീരുമാനമെടുക്കാൻ. ചില ആൾക്കാർക്ക് പല പല ആഗ്രഹങ്ങളുണ്ടാവും, അല്ലേ? പുതിയ വർഷത്തിൽ മ്യൂസിക് പഠിക്കാനും അതുപോലെ തന്നെ പലതൊന്നും പഠിക്കാനുള്ള ആഗ്രഹം, പല കഴിവുകളും നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അല്ലേ? അതിനൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് പോയാലുള്ള നമുക്ക് നേടാൻ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിൻ്റെ നമ്മുടെ മൈൻഡ് സെറ്റ് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ക്രിയേഷൻസ് ഉണ്ടാക്കുക. ആഴ്ചക്ക് ഓരോ ആൾക്കാരുടെ കാര്യം സെൽഫായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിറ്റി ക്രിയേഷൻ എന്ന് പറഞ്ഞ ഇതുകൂടി ഉണ്ട്.
നമുക്ക് പിന്നെ എല്ലാ സെക്കൻഡ് സാറ്റർഡേ നമ്മൾ ഒരു ഫ്രീ സെക്ഷൻ ഉണ്ട്. നമുക്ക് അത് താല്പര്യമുള്ളവർ ഇല്ലാത്തവർ അറിയിച്ചാൽ നമുക്ക് ആ ഫ്രീ സെക്ഷനിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നതാണ്. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും നമുക്ക് ഒരു ആരോഗ്യ ശമനസ്, നമ്മളുടെ മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും, സന്തോഷ സമാധാനം, എല്ലാ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു എല്ലാ സെക്കൻഡ് സാറ്റർഡേ നമുക്ക് ക്ലാസ് ഉണ്ട്. ഇനി അത് മന്ത്ലി ഒരിക്കലാണ്. വീക്ക്ലി ക്ലാസ് നമ്മളെ ഈ ഇന്നർ ഹാർമണി കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്തവർക്കുള്ള ക്ലാസ് ആണ്. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരെ അറിയിക്കാൻ നമുക്കൊരു വെബിനാറിന്റെ അടുത്ത ഞായറാഴ്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് അന്നേരം ലഭിക്കുന്നതാണ്. ഓക്കെ. നമ്മളെ എനർജീനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മള് ശരിക്കും ചെറുതായിട്ട് ഒരു മെഡിറ്റേഷൻ വരെ ചെയ്യേണ്ടതുണ്ട്. ശരിക്കും ഒരു എന്താ പറയാ, ഇമാജിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണം. ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ നമ്മൾ ഇപ്പൊ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഒന്ന് നമ്മൾ ഏതായാലും ഒരു സ്റ്റാർട്ടിങ് നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരാ. ഒരു ചെറിയൊരു പ്രാക്ടീസ് നമ്മളൊന്ന് ചെയ്യാണ്. എല്ലാവരും ഒന്ന് നട്ടലൊന്ന് നിവർന്നിരിക്കുക. എല്ലാവരും നട്ടലൊന്ന് നിവർന്നിരിക്കുക. നട്ടലെന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ കയ്യിലുള്ള പേനെല്ലാം മാറ്റി വെക്കുക, ബുക്കെല്ലാം മാറ്റി വെക്കുക. കൈകൾ മുദ്രയിൽ പിടിക്കുക. അതായത് നമ്മുടെ തള്ളവിരല് ചൂണ്ടുവിരല് തമ്മിൽ സ്പർശിച്ച് പിടിക്കുക. ഞാനൊന്ന് കാണിക്കാതെ വേണമെന്ന് ശ്രദ്ധിച്ചോളൂ. തള്ളവിരല് ചൂണ്ടുവിരൽ ഇങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ പിടിക്കുക. ചിന്മുദ്രയെ പിടിച്ച് നട്ടലെന്ന് നിവർന്നിരിക്കുക. ഓക്കെ. നട്ടലെന്ന് നിവർന്നിരുന്ന് വളരെ പ്രസന്നമായ മുഖത്തോടു കൂടി, ശാന്തമായ ഭാവത്തോടു കൂടി നമ്മുടെ ശ്വസനത്തെ മാത്രം ശ്രദ്ധിക്കുക. സ്വല്പനേരം നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും ശ്വസനത്തിലായിരിക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ശ്വസനത്തിലായിരിക്കട്ടെ. നിങ്ങളുടെ ചിന്തയെ നിങ്ങളുടെ പ്രൈമറി സ്കൂളിലേക്ക് ഒന്ന് കൊണ്ടുപോവാം. നിങ്ങളുടെ സ്കൂൾ കാലഘട്ടം 1 മുതൽ 4 വരെയുള്ള സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഒന്ന് മനസ്സിനെ കൊണ്ടുപോവുക. ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് ഓർത്തെടുക്കുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ UP സ്കൂൾ കാലഘട്ടത്തെ കുറിച്ച് 5, 6, 7 ക്ലാസ്സുകളിലേക്ക് ഒന്ന് കൊണ്ടുപോവുക. ആ കാലഘട്ടത്തിലുള്ള നിങ്ങളെ വീട്, ചുറ്റുപാട്, സ്കൂളുകളിലേക്കൊക്കെ കൊണ്ടുപോകും. ശേഷം നിങ്ങൾ ഹൈസ്കൂളിലെത്തുന്നു. ഹൈസ്കൂളിലെ ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഹൈസ്കൂളിൽ ഉണ്ടായിരിക്കുന്ന ഓർമ്മകളൊക്കെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ആ സമയത്ത് നിങ്ങളെ വീട്ടിലുണ്ടായിരിക്കുന്ന അവസ്ഥകളെ കുറിച്ച് ആലോചിക്കുക. ശേഷം കോളേജ് പഠനകാലം ചിന്തിക്കുക. തുടർന്ന് നിങ്ങളുടെ ജോലി, കോളേജ് പഠനം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ
ജോലികളിലായിരിക്കും, സെൽഫായിട്ടുള്ള ജോലികളിലും അല്ലാത്ത ജോലികളിലും, ബിസിനസ്സുകൾ, നമ്മൾ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത്തരം കാര്യങ്ങളിലൂടെ ഒന്ന് മനസ്സിനെ കൊണ്ടുപോവുക. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം പകർന്നു തന്നിരിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടാവാം. എൻ്റെ വിവാഹം, അതുപോലെ തന്നെ എനിക്ക് എനിക്കുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, മക്കൾ, അവരെ പരിപാലിക്കുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ കാണുക. ഇപ്പോൾ നിങ്ങൾ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക്, കഴിഞ്ഞ 2025 വർഷത്തിലേക്കൊന്ന് മനസ്സിനെ കൊണ്ടുവരിക. ഇന്നലെ മുതൽ, ഇന്നലെ 2025 ഇന്നലെ മുതൽ ജനുവരി വരെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മളിലൂടെ കടന്നു പോയിട്ടുള്ള ഓർമ്മകളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇന്ന് ജനുവരി 1, 2026. കഴിഞ്ഞ എൻ്റെ ജീവിത കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ഇതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരുന്നു. പക്ഷേ എൻ്റെ അശ്രദ്ധ മൂലം എനിക്ക് എൻ്റെ ചുറ്റുപാടുകളിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ കുറേ കാര്യങ്ങൾ സാധിച്ചിട്ടുമുണ്ട്. എനിക്ക് സാധിച്ച കാര്യങ്ങൾക്കും എനിക്ക് കിട്ടിയ കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്കുമെല്ലാം ദൈവത്തോട് നന്ദി പറയുക. കഴിഞ്ഞ എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയിരിക്കുന്ന എല്ലാ ഭാഗ്യങ്ങൾക്കും, എൻ്റെ കുടുംബം, മക്കൾ, എനിക്ക് ലഭിച്ച എല്ലാ ഭാഗ്യങ്ങൾക്കും, അനുഗ്രഹീതമായ അവസ്ഥകൾക്കും ഉള്ളിൽ സന്തോഷം നിറയ്ക്കുക. ശേഷം ദൈവത്തിനോട് നന്ദി പറയുക. മനസ്സാ വാച കർമ്മണ, എൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറയുക. എനിക്ക് മാപ്പ് തരണമേ എന്ന് പറയാം. മനസ്സാ വാച കർമ്മണ, കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടങ്ങളിൽ, ഇന്നലെ വരെ കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആരോടെങ്കിലും എനിക്ക് ഞാൻ കാരണം, മനസ്സാ വാച കർമ്മണ, ആർക്കെങ്കിലും ഞാൻ കാരണം പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവമേ എനിക്ക് മാപ്പ് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാനിരിക്കുന്നത്, ഇപ്പോഴിരിക്കുന്നത് 2026 ജനുവരി 1 7 മണിക്ക് മുമ്പാണ്. 7 മണിയാവാനായിക്കൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് 2026 അവസാനിക്കുന്നത് വരെ എനിക്ക് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും സംതൃപ്തിയോടും ജീവിച്ചു പോകുവാൻ എനിക്ക് ശക്തി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുക. നല്ല ബുദ്ധി
ഓരോ സന്ദർഭത്തിലും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെയാണ്. കൊച്ചുകുട്ടി കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ ആ കളിപ്പാട്ടങ്ങൾക്ക് പിന്നാലെ, മായാകുന്ന കളിപ്പാട്ടങ്ങൾക്ക് പിന്നാലെ പോകുന്നത് പോലെ ഞാൻ ചിലപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ കടന്നു പോവാം. അത്തരം സന്ദർഭങ്ങളിലൊക്കെ പ്രപഞ്ചശക്തിയായ, യൂണിവേഴ്സൽ പവറായ എൻ്റെ ഈശ്വര ദൈവമേ, അങ്ങനെ കാത്തുകൊള്ളണമേ എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എൻ്റെ എല്ലാ തീരുമാനങ്ങളും നടപ്പാക്കുവാൻ അവിടുന്ന് എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കും. എൻ്റെ എല്ലാ തീരുമാനങ്ങളും നടപ്പാക്കുവാൻ അവിടുന്ന് എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കും. ശേഷം അന്തരീക്ഷത്തിൽ നിന്നും നീല കലർന്ന ഒരു വെളുത്ത പ്രകാശം നിങ്ങളുടെ മൂർധാവിലൂടെ ഇറങ്ങി വരുന്നതായി സങ്കല്പിക്കുക. അന്തരീക്ഷത്തിൽ നിന്നും നീല കലർന്ന ഒരു വെളുത്ത പ്രകാശം നിങ്ങളുടെ മൂർധാവിലൂടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് സങ്കല്പിക്കുക. ആ പ്രകാശം, ദിവ്യമായ ആ പ്രകാശം ശരീരത്തിലെ ഓരോ സെല്ലുകളെയും ഉണർത്തി ശരീരം മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വ്യാപനത്തിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ഉന്മേഷവത്തായി, ആരോഗ്യവത്തായി വരികയാണ്. തലയിൽ മുഴുവൻ വ്യാപിച്ച് നമ്മുടെ കഴുത്തിലൂടെ ഇറങ്ങി രണ്ട് കൈകളിലേക്കും ശരീരത്തിലേക്കും ആ പ്രകാശം വ്യാപിച്ച് നിങ്ങളുടെ അര വരെ ആ പ്രകാശം വ്യാപിച്ചിരിക്കുന്നു. ശേഷം കാലിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ശരീരം മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. നീല കലർന്ന ആ വെളുത്ത ദിവ്യമായ പ്രകാശം ശരീരം മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വ്യാപനത്തിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതൽ ഉന്മേഷവത്തായി, ആരോഗ്യവത്തായി വരികയാണ്. ഇപ്പോഴാ പ്രകാശം നിങ്ങളെ പൂർണ്ണമായും വലയം ചെയ്തിരിക്കുകയാണ്. ആ നീല കലർന്ന വെളുത്ത പ്രകാശം നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിച്ച് നിങ്ങളെ പൂർണ്ണമായും വലയം ചെയ്തിരിക്കുകയാണ്. അപാരമായ ഒരു ശാന്തി നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപാരമായ ഒരു ശാന്തി നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപാരമായ ശാന്തി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ശാന്തി, ഈ സ്വസ്ഥത ഭൂമിയിലെ സർവ ജീവജാലങ്ങൾക്കും ഉണ്ടാകണമേ എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നെഞ്ചുരുക്കി നല്ല വളരെ ഡീപ്പായിട്ട് പ്രാർത്ഥിക്കുക. സർവ ജീവജാലങ്ങൾക്കും, ഭൂമിയിലെ സർവ ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണമേ എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. പതുക്കെ കൈപ്പത്തികൾ കൂട്ടി ഉരശി മുഖത്തും കൺപോളകളും തടവും പതുക്കെ കടത്തും. ഓക്കെ, താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മെമ്പേഴ്സ്. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്.
ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവാൻ ഉള്ളറിഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ദിവസവും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളിലും ശാന്തിയും സമാധാനവും. ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അതുകൊണ്ടാണ് യോഗയ്ക്ക് മുമ്പും ശേഷവും ഉണർന്ന ഉടനെയും അതിൽ ഉറങ്ങുന്നതിന് മുമ്പും ഒക്കെ ആയിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനം ഉണ്ടാവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് ശാന്തിയും സമാധാനവും വരും. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ ഒന്നും വിലയിരുത്താനും അനലൈസ് ചെയ്യാനും മറ്റുള്ളവരുടെ പരാതികളൊന്നും കാണാൻ പോകണ്ട. അവർക്കൊക്കെ ശാന്തി കിട്ടട്ടെ, സമാധാനം കിട്ടട്ടെ. ഓക്കെ. സർവ്വ ജീവജാലങ്ങൾക്ക് ശാന്തി സമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്താണ് നമ്മുടെ മനസ്സ് വിശാലമാവുന്നത്, നമ്മളിലേക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ 2025 ഒരുപാട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പലപ്പോഴും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കും, ക്ലാസ്സൊക്കെ കേൾക്കും. പക്ഷെ നമുക്കത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത് നമ്മളെ എനർജി കുറവുകൊണ്ടാണ്. ശരിക്കും ആക്ഷനിലേക്ക് വരുമ്പോഴേ മാത്രമേ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് മൈൻഡ് പവർ ട്രെയിനിങ് ക്ലാസ് ഒക്കെ എടുത്തിട്ട് അതിൽ പല ആൾക്കാരും ക്ലാസ്സിൽ വരും, നല്ല ക്ലാസ്സാണെന്ന് പറഞ്ഞ് കൈയെല്ലാം തന്നു പോകും. അവർ വീണ്ടും വീണ്ടും ക്ലാസ്സിന് വരുന്നവരുണ്ട്. അവർ വീണ്ടും ക്ലാസ് കേട്ട് നല്ലതാണെന്ന് തന്നെ പറഞ്ഞു പോകും. പക്ഷേ അവരുടെ ലൈഫിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ആൾക്കാരെ ലൈഫിൽ മാത്രമേ മാറ്റുള്ളൂ. ഒരു 100% ആൾക്കാരെടുത്തു 100 ആൾക്കാരെടുത്തു നോക്കിയാൽ 10% ആൾക്കാരിൽ നല്ല അത്ഭുതകരമായ മാറ്റം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ 90% ആൾക്കാരിൽ മാറ്റം ഉണ്ടാവുന്നില്ല. അങ്ങനെ മാറ്റമില്ലാതെ വന്നപ്പോഴാണ് ഞാനൊരു ഫൈൻ ഫൈൻഡ് യുവർ ക്ലാരിറ്റി ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബിനാർ 99 രൂപ പേയ്മെന്റ് ചെയ്തിട്ട് ഒരു വെബിനാർ വെക്കുകയും ആ വെബിനാറിൽ കുറച്ച് ആൾക്കാർ 10, 30, 29 ആളെടുത്ത് പങ്കെടുക്കുകയും ആ പങ്കെടുത്ത ആളിൽ പ്രാക്ടീസ് ചെയ്ത് വളരെ ഒരുപാട് അറിവ് നേടുന്നതിനേക്കാളും കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫിൽ ചേഞ്ച് ഉണ്ടാവാം. അറിവ് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങള് വേദം, ഉപനിഷത്ത്, എന്താ പറയാ, മഹാഭാരത എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ലൈഫിൽ കുറച്ച് കാര്യം പ്രാക്ടീസ് ചെയ്താൽ എഫക്ട്. പഠിച്ചുകൊണ്ട് മാത്രം എന്താ കാര്യം? മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം മുഴുവൻ മൈൻഡ് പവർ ക്ലാസ് കൊടുക്കുന്ന ഞാൻ 1 മണിക്കൂർ വെബിനാർ കൊടുത്ത് 21 ഡേയ്സ് ചെറിയ പ്രാക്ടീസും കൊടുത്തപ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് പ്രായോഗിക തലത്തിൽ ഒരു എനർജി എപ്പോഴും കീപ്പ് ചെയ്ത് ഒരു പ്രാക്ടീസിലൂടെ പോകുമ്പോഴാണ് പരിവർത്തനം ഉണ്ടാകുന്നത് മനസ്സിലായ. അതുകൊണ്ട് 2026 നമുക്ക് അങ്ങനെ ആക്കി മാറ്റിയെടുക്കാം. അതിനു വേണ്ടിയാണ് ഞാനൊരു കമ്മ്യൂണിറ്റീനെ ക്രിയേറ്റ് ചെയ്തത്. കമ്മ്യൂണിറ്റി ഇന്നർ ഹാർമണി കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാ ബുധനാഴ്ചയും നമ്മളിങ്ങനെ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും, ശനിയാഴ്ച മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ടാവും. എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആയിരിക്കുക. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ അറിയാൻ വേണ്ടി എന്നെ വിളിക്കാം. എല്ലാ വെബിനാർ അടുത്ത ഞായറാഴ്ച 7 മണിക്ക്, ഈ വൈകുന്നേരം 7 മണിക്ക് വെബിനാർ ഉണ്ട്. എന്തു തന്നെയായാലും ഈ ഒരു പുതുവത്സരത്തിൽ ഇത്ര സമയം കൂടിയിരുന്ന് ഈ ക്ലാസ് എന്നോടനുബന്ധിച്ച് ഈ സൂമിൽ കേട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കട്ടെ. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ? ഒന്ന് ഓൺ ചെയ്യാൻ എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യാൻ ശ്രമിക്കാം. ഒരൊറ്റ മിനിറ്റ് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് വേഷത്തിലായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന വേഷത്തിലൊക്കെ ആയിരിക്കും കയറിയിട്ടുണ്ടാവും, ഒരു കുഴപ്പമില്ല. ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം, ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനിയും ഉണ്ടല്ലോ, ഇനിയും ഉണ്ടല്ലോ. എല്ലാവരും വരട്ടെ. ഇനി ആൾക്കാർ ബാക്കിയുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവരുടെയും മുഖം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റിയ, നിങ്ങൾ വീട്ടിലിരിക്കുന്ന എല്ലാവരുടെയും മുഖം എനിക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ഇനി മുഖം കാണാത്തവരുണ്ട്, അവരെ കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ. താങ്ക് യു സാർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സാർ. പറ്റാത്തതാണ്ടാ. താങ്ക് യു സർ. കുഴപ്പമില്ല. ഹാപ്പി ന്യൂ ഇയർ. കുഴപ്പമില്ല. ഓക്കെ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മെമ്പേഴ്സ്. നമ്മൾ 2026 നമുക്ക് എന്താക്കാം,
വളരെ വലിയൊരു വർഷമാക്കി, വളരെ നേട്ടങ്ങളുള്ളൊരു വർഷമാക്കി മാറ്റാം. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കാരണം ഒരുമിച്ചുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമുക്കറിയാം, ഒരു മലേന്റെ മുകളിലേക്ക് നമ്മൾ ഒരാൾ പോകുമ്പോൾ ഉണ്ടാകുന്നതും ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ടാകുന്നുള്ള വ്യത്യാസം അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു മലമുകളിലേക്ക് നമ്മൾ ഒരാൾ കയറുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു 10 പേര് ഒരുമിച്ച് കയറുന്നു. ഏതാ സുഖം തോന്നുന്നത് നമുക്ക്? ഏതാ നമുക്ക് സുഖം തോന്നുക? 10 പേര് ഒരുമിച്ച് പോകുന്ന. അതേപോലെ നമ്മളെ ലൈഫിലെ സക്സസിലേക്ക്, നമ്മളെ ലൈഫിലെ മാറ്റങ്ങളിലേക്ക്, ഹാപ്പി ആയിട്ടുള്ള ജീവിതത്തിലേക്ക്, അങ്ങനെ ഹാപ്പി ലൈഫ് വിത്ത് ഹെൽത്തി ആൻഡ് വെൽത്തി, അങ്ങനെ ആരോഗ്യവും അതുപോലെ സമ്പദ് സമൃദ്ധിയും സന്തോഷത്തോടുള്ള ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ ഒരു കൂട്ടമായ പ്രവർത്തനത്തിലാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഒരു കൂട്ടമായുള്ള പ്രവർത്തനം നമുക്ക് ഒരുമിച്ച് 2026 മാറ്റിയെടുക്കണം. 2026 ഡിസംബറിൽ നമ്മൾ പറയണം, 2026 2027 വരവേൽക്കുന്നതിന് മുന്നേ നമ്മൾ പറയണം, 2026 എനിക്ക് മാനസിക തലത്തിൽ ഇന്ന മാറ്റങ്ങൾ ഉണ്ടായി, ശാരീരിക തലത്തിൽ ഇന്ന മാറ്റം, അതുപോലെ സാമ്പത്തിക തലത്തിൽ, എൻ്റെ ഫാമിലി തലത്തിൽ, സാമൂഹിക തലത്തിൽ ഏതൊക്കെ തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റണം. അതിനുള്ള ഒരു യാത്രയാണ് ഈ ഇന്നർ ഹാർമണി യാത്ര, നമ്മുടെ ഈ യാത്ര. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി. ഓക്കെ, താങ്ക് യു. താങ്ക് യു.